ഞാനിന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ മൂക്കത്ത് വിരൽ വെക്കാൻ തോന്നി. ഏതെങ്കിലും ഒന്നുകിൽ വസ്തുത മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യണം, ഇനി അതല്ലെങ്കിൽ ബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ മര്യാദയുടെ ഒരു കണികയെങ്കിലും അതിലുണ്ടാവണം. കാരണം കേട്ടാൽ എന്താ തോന്നുക, ആലപ്പുഴയിലെ ഡെപ്യൂട്ടി കമ്മീഷണറെ തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റി ഈ കേസെടുത്തതിന്റെ പേരിൽ എന്നല്ലേ. 15 ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും 23 കമ്മീഷണർമാർ, ഈ 15 പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും 23 പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുമായിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫറാണ് നടന്നത്. ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ DPC കൂടാൻ വൈകിയതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകിയത്. അല്ലെങ്കിൽ ഇത് നേരത്തെ നടക്കുമായിരുന്നു. ഇതേ ട്രാൻസ്ഫർ നേരത്തെ നടക്കുമായിരുന്നു. DPC കൂടാൻ വൈകിയപ്പോൾ അത് വൈകി. ഈ കലണ്ടർ വർഷം നടപ്പാക്കേണ്ടതാണ്, അല്ലെങ്കിൽ വീണ്ടും DPCയിലേക്ക് പോകണം. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇന്നലെ തന്നെ ഈ ഉത്തരവ് ഇറക്കിയത്. അപ്പൊ ഇതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് കണ്ടാൽ തോന്നുന്ന ഒരൊറ്റ ആളെ മാത്രം പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ നമ്മൾ അതിൽ ആദ്യം പറഞ്ഞതിന്റെ സ്പിരിറ്റൊക്കെ പോവും. പക്ഷെ അതൊരു മര്യാദയില്ലാത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റും. ഞാൻ രാവിലെ ഈ വാർത്ത കണ്ട പന്തം വിട്ടു. ഇതൊരു പക്ഷേ 3-4 ദിവസം മുമ്പ് ഇറങ്ങുമായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണത്. മന്ത്രി കണ്ട് അപ്രൂവ് ചെയ്യേണ്ടതാണല്ലോ ലിസ്റ്റ്. DPC കൂടി അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം അപ്പോ വേറെയും പല ആളുകളെ മാറ്റേണ്ടി വരും. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരു തരത്തിലും ഇതിൽ ഒരു രാഷ്ട്രീയം ആരോപിക്കാനോ ഭരണപരമായ ഇടപെടൽ ആരോപിക്കാനോ കഴിയാതെ വന്നപ്പോൾ എന്നാ പിന്നെ ഇതെടുത്തിട്ടാവാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ഒരു ദുരുദ്ദേശമാണ് വ്യക്തമാവുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ വളരെ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു അതിരും പരിധിയും ഉണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ അതിലേക്കൊന്നും കേസിന്റെ ഒരു കാര്യത്തിലേക്ക് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അതിന്റെ വഴിക്കാണല്ലോ നടന്നിട്ടുള്ളത് ഇതുവരെ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ പോരാ, ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിന്റെ പടലേക്ക് കൊണ്ടുവന്ന് വെക്കണമല്ലോ, അല്ലെ? സർക്കാരിന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുബുദ്ധിയും കുതന്ത്രമല്ലേ കാണിച്ചത്? മര്യാദയുടെ കണികയില്ലാത്തൊരു വാർത്ത എന്നേ ഇനി പറയാൻ പറ്റൂ. കാരണം ഇത് അറിയാതെ പറ്റുന്നതാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ട്രാൻസ്ഫർ ലിസ്റ്റ് ഇന്നലെ ഇറങ്ങി, ഒന്നല്ലല്ലോ, ഒന്നിച്ചല്ലേ ലിസ്റ്റ് ഇറങ്ങിയത്. അപ്പൊ ഇത് മാത്രം എടുത്തു കൊടുക്കുന്നെങ്കിൽ എന്തുമാത്രം കുരുട്ട് ബുദ്ധിയായിരിക്കണത്?